കർത്താവിന്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, ഇന്നേ ദിനം സകല ചരാചരങ്ങളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുത്തെ തിരുമുൻപിൽ പൂർണ്ണമായും ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങൾ കടന്നു പോകുന്ന ഈ ഞെരുക്കങ്ങളുടെ കാലത്ത് അവിടുത്തെ സാന്നിധ്യവും വഴിനടത്തലും ഞങ്ങൾക്ക് സാന്ത്വനമാകുന്നു. നല്ല ദൈവമേ, അവിടുത്തെ അറിവ് കൂടാതെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒന്നും സംഭവിക്കുകയില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നാഥ, അവിടുന്ന് ഓരോ നിമിഷവും ജാഗ്രതയോടെ ഞങ്ങളെ വീക്ഷിക്കുകയും ഞങ്ങളുടെ ചെറുനരി സ്വപ്നങ്ങൾ പോലും ശ്രവിക്കുകയും ചെയ്യുന്നുവല്ലോ. സൂര്യനേക്കാൾ പ്രകാശമേറിയ അവിടുത്തെ കൺമുമ്പിൽ നിന്നും ഞങ്ങളുടെ പ്രവൃത്തികൾ ഒന്നുപോലും മറഞ്ഞിരിക്കുന്നില്ലല്ലോ. ഞങ്ങൾ തിന്മകൾ ചെയ്ത് അങ്ങയെ വേദനിപ്പിക്കുമ്പോഴും കരുണയോടെ ഞങ്ങളെ നോക്കേണമേ. ഞങ്ങൾ വെറും കളിമണ്ണ് മാത്രമാണെന്നും ഞങ്ങളുടെ മനസ്സും ശരീരവും എപ്പോഴും പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നുവെന്നും അങ്ങ് ഓർക്കണമേ. അടിക്കടി ഞങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകൾക്കും കാരണം ഞങ്ങളുടെ വഴിതെറ്റിയ ജീവിത രീതികളും ദൈവനിഷേധവും ഒക്കെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. ലോകസുഖങ്ങളെ ഉപേക്ഷിക്കുവാനും ദൈവവഴികളെ പിൻചെല്ലുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. നല്ല ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ രോഗികളെയും അവിടുത്തെ സന്നിധിയിൽ ഇതാ ഞങ്ങൾ പ്രത്യാശയോടെ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ക്യാൻസർ ബാധിതരെയും കരൾ രോഗബാധിതരെയും അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ബാധിച്ചവരെയും ബ്രെയിൻ ട്യൂമർ ബാധിച്ചവരെയും ഓർക്കുന്നു. വിവിധ സർജറികൾക്കായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരെ പ്രത്യേകമായി ഓർത്തു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഇവരെല്ലാവരെയും അമ്മയുടെ മാതൃകരങ്ങൾ വഴി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന് സമർപ്പിക്കുന്നു. ഈശോയെ, അവിടുത്തെ സൗഖ്യദായകമായ ശക്തിയിൽ ആശ്രയിക്കുവാനും അചഞ്ചലമായ വിശ്വാസത്തോടും ഉൾക്കരുത്തോടും കൂടി രോഗത്തെ പ്രതിരോധിക്കുവാനും അതിജീവിക്കുവാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. രോഗാവസ്ഥകളിലെ സഹനങ്ങളെ ദൈവനാമ മഹത്വത്തിനായി അങ്ങ് ക്രമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും എല്ലാ രോഗികളുടെയും സൗഖ്യത്തിനു വേണ്ടിയും അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ആശ്വാസമായി, സാന്ത്വനമായി, സംരക്ഷണമായി, മധ്യസ്ഥയായി അമ്മ എന്നും ഞങ്ങളോടും ഞങ്ങളുടെ ഭവനങ്ങളോടുമൊപ്പം എന്നും ഉണ്ടാകണമേ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഒരു മാരക രോഗത്തിന്റെ പിടിയിലാണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളി മൂലമോ മക്കൾ മൂലമോ വിവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം ഒരത്ഭുതം സംഭവിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം എന്നില്ല. അതിന് ആദ്യമുണ്ടായിരിക്കേണ്ടത് വിശ്വാസമാണ്. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തോട് മംഗളവാർത്ത അറിയിക്കുമ്പോൾ പറയുന്നത് ഓർക്കുക. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല, ദൈവത്തിന് ഒന്നും അപ്രാപ്യമല്ല. അതുപോലെ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 20-21 വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മല കടലിൽ ചെന്ന് പതിക്കുമെന്നാണ് ഈശോ ശിഷ്യരോട് പറയുന്നത്. നിന്റെ വിശ്വാസം മൂലം നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ക്രിസ്തു പറയുന്നുമുണ്ട്. ഇങ്ങനെ ഏതത്ഭുതം സംഭവിക്കുമ്പോഴും നാം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. ഏത് തടസ്സങ്ങളെയും മറികടക്കാൻ നമുക്ക് കഴിയുന്നത് ആഴമായ വിശ്വാസം കൊണ്ട് മാത്രമാണ്. വിശ്വാസപൂർവം നമ്മൾ ചോദിക്കുന്ന ദൈവേഷ്ടപ്രകാരമുള്ള ഏത് കാര്യവും ദൈവത്തിന് നിഷേധിക്കാനാകില്ല. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഓർമ്മയിലുണ്ടാകണം.
നാം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുകയും പശ്ചാത്തപിക്കുകയും വേണം. ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്നാണല്ലോ ബൈബിളിൽ നിന്നുയരുന്ന ആ പ്രാർത്ഥനകളിലൊന്ന്. ഇവിടെ അയാൾ തന്റെ പാപം ഏറ്റുപറയുകയും താൻ പാപിയാണെന്ന് തുറന്ന് സമ്മതിക്കുകയുമാണ് ചെയ്യുന്നത്. പശ്ചാത്താപത്തിന്റെ ഒരു തലം കൂടിയുണ്ട് ഇവിടെ. ഇങ്ങനെ ദൈവവുമായി അനുരഞ്ജനത്തിൽ ഏർപ്പെടുകയും തെറ്റ് ഏറ്റുപറയുകയും ചെയ്തു കഴിഞ്ഞ് വിശ്വാസത്തോടെ ദൈവത്തോട് കാര്യം അപേക്ഷിക്കുക. അവിടുന്ന് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളിൽ വിശ്വാസമെന്ന പുണ്യം നിറയ്ക്കണമേ. വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും ദൈവവിശ്വാസത്തിൽ അടിയുറച്ച ജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. നമ്മുടെ ആധുനിക ജീവിതം ഏറെ സംഘർഷപൂരിതമാണ്. അസ്വാഭാവികമായ പലതരത്തിലുള്ള ഉത്കണ്ഠകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പലപ്പോഴും ആകുലമായ ചിന്തകളുമായിട്ടാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ക്രിസ്തു നമ്മോട് പറയുന്നത് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത് എന്നാണ്. മാത്രവുമല്ല, ഒന്നിനെയുമോ ഭയപ്പെടുകയുമരുത് എന്ന് ക്രിസ്തു പറയുന്നു. നമ്മുടെ ജീവിതങ്ങളുടെ മേൽ നിയന്ത്രണമുള്ളത് ദൈവത്തിന് മാത്രമാണ്. അവിടുന്ന് നമ്മോട് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ ഉത്കണ്ഠകളും ആകുലതകളും പമ്പ കടക്കും. ഈശോ പറയുന്ന ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരികയും അവ ഇടയ്ക്കിടെ അയവിറക്കുകയും ചെയ്താൽ നമ്മുടെ എല്ലാ ആകുലതകൾക്കും വിരാമമാകും. നാം സ്വസ്ഥരാകുകയും ചെയ്യും. ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. ഈ വചനങ്ങൾ ആവർത്തിച്ചു പറയുക. അപ്പോൾ ഉള്ളിൽ ദൈവവിശ്വാസം ദൃഢപ്പെടുന്നതും ആകുലതകൾ അകന്നു പോകുന്നതും നാം അറിയും. ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ ചെറുതും വലുതുമായ പല കാര്യങ്ങളെയും ഓർത്ത് നമ്മുടെ ഉത്കണ്ഠാശീലങ്ങൾ ഇല്ലാതാകും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഉത്കണ്ഠകളുടെ മേൽ, ആകുലതകളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ നേരിടുവാൻ ആവശ്യമായ കരുത്തും ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ ജീവിതങ്ങളിൽ നാം സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ പലർക്കും സമാധാനം ലഭിക്കാറില്ല. കുടുംബങ്ങളിൽ പ്രത്യേകിച്ചും ഭിന്ന സ്വഭാവക്കാരായ ദമ്പതികളും അവരെ കണ്ടുവളരുന്ന മക്കളും സാമ്പത്തികമായ പ്രശ്നങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളുടെ സമാധാനം തടസ്സപ്പെടുത്തുന്ന കാരണമായി മാറാറുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കുടുംബങ്ങളിൽ സമാധാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. വിഭജനത്തിന്റെയും അനൈക്യത്തിന്റെയും അരൂപികൾ നാം ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും വിട്ടുപോകണം. സാത്താനാണ് നമുക്കിടയിൽ അസമാധാനം വിതയ്ക്കുന്നത്. അവന്റെ വിടുതലിനായി നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ. സമാധാനത്തിന് ഭംഗം വരുത്തുന്നതായ എല്ലാവിധ വ്യക്തിത്വ സവിശേഷതകളെയും വ്യക്തികളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങേ തിരുരക്തത്താൽ അവരെയും അവയെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഇണയും തുണയുമായി ഞങ്ങളെ കൂട്ടിയോജിപ്പിച്ച അങ്ങേ അനന്തമായ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്കിടയിലുള്ള അനൈക്യത്തെ നിർവീര്യമാക്കണമേ. ഞങ്ങളുടെ ബന്ധം ദൃഢീകരിക്കണമേ. പരസ്പരം മനസ്സിലാക്കുവാനും കൂടുതൽ സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സമാധാനദാതാവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ. കുടുംബങ്ങളുടെ നാഥിയായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ
മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഉപകാരികൾ, സ്നേഹിതർ എല്ലാവർക്കും വേണ്ടി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നസ്രത്തിലെ കൊച്ചു കുടുംബത്തിലെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും മാതൃകാ കുടുംബങ്ങളാക്കി മാറ്റണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ നാഥയായി ഞങ്ങളുടെ ഭവനങ്ങളിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മേ, ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളെ പൂർണ്ണമായും അമ്മയുടെ കരങ്ങൾ വഴി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ദിവസവും 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യവും നമുക്ക് നിലവിലുണ്ട്. 13-ാം നൂറ്റാണ്ട് മുതൽക്കാണ് ഈ പാരമ്പര്യം പ്രാബല്യത്തിൽ വന്നത്. ജർമ്മൻകാരിയായ ബെനഡിക്റ്റൻ കന്യാസ്ത്രീ വിശുദ്ധ മെച്ചൻഡെ ഓഫ് ഹാക്ബോൺ ആണ് ഇതിന്റെ തുടക്കക്കാരിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു ദിവസം വിശുദ്ധ തന്റെ മരണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ മരണസമയത്ത് മാതാവിന്റെ സാന്നിധ്യവും സഹായവും ഉണ്ടായിരിക്കണമേ എന്ന വിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയം മാതാവിന്റെ സ്വരം വിശുദ്ധ ഇങ്ങനെ കേട്ടു: ഞാൻ തീർച്ചയായും മരണസമയത്ത് നിന്റെ അടുക്കലുണ്ടായിരിക്കും, എന്നാൽ നീ നിന്റെ ഭാഗത്ത് നിന്നുകൂടി യത്നിക്കേണ്ടിയിരിക്കുന്നു. അതിന് നീ ദിവസവും 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക. നിന്റെ മരണസമയത്തെ വേദനകളിൽ നിന്ന് മോചിക്കുവാനും ദൈവസ്നേഹം നിറയ്ക്കുവാനും ഞാൻ നിന്നെ സഹായിക്കും. വിശുദ്ധ ജത്രൂദ്, വിശുദ്ധ അൽഫോൺസ് ലിഗോരി, വിശുദ്ധ ഡോൺ ബോസ്കോ തുടങ്ങിയവരും 3 നന്മ നിറഞ്ഞ മറിയമ്മേ പ്രാർത്ഥനയുടെ പ്രചാരകരായിരുന്നു. ആ പ്രാർത്ഥന ഇങ്ങനെയാണ് ചൊല്ലേണ്ടത്: അമ്മേ മാതാവേ, എന്നെ എല്ലാവിധ മാരക പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ. നമുക്കൊരുമിച്ച് ചൊല്ലാം: നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. അങ്ങേ പുത്രനിൽ നിന്ന് ജ്ഞാനം അയച്ചു തരണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പരിശുദ്ധാത്മാവിൽ നിന്ന് സ്നേഹം വാങ്ങിത്തരണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന കഴിയുന്ന സമയങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ദിവസവും 3 പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ, നമ്മുടെ ഭവനങ്ങളുടെ കൂടെ, നമ്മുടെ ജീവിതത്തിലെ അത്യാഹിത നിമിഷങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടാകും. പരിശുദ്ധ മറിയം എന്ന പ്രകാശ ഗോപുരമാണ് ആത്മീയ യാത്രയിലെ നമ്മുടെ ഇരുൾ അകറ്റുന്നതും ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നത്. ലൗകിക ജീവിതത്തിലെ പ്രയാസങ്ങളിലും അമ്മ തന്നെയാണ് നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും ശക്തമായ മധ്യസ്ഥത. മേരി എന്ന വാക്കിന് സമുദ്രതാരം എന്നാണ് അർത്ഥം. ജീവിതത്തിലെ കാറും കോളും നിറഞ്ഞ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിത വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ സമുദ്രതാരമായ മറിയത്തിന് നിഷ്പ്രയാസം കഴിയുമെന്നത് മരിയഭക്തരായ നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമാണ്. അത്തരമൊരു അനുഭവത്തിലേക്ക് നാം വളരണമെങ്കിൽ നാം ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട്. നാം അമ്മയിൽ ആശ്രയിക്കണം, അമ്മയുടെ മാധ്യസ്ഥതയിൽ വിശ്വസിക്കണം, അമ്മയോട് പ്രാർത്ഥിക്കണം. വഴിയറിയാതെ നിൽക്കുമ്പോൾ സുരക്ഷിത തീരത്തെത്തിച്ചേരാൻ
പ്രയാസങ്ങളെ മറികടക്കാൻ, പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ നമുക്ക് അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, സ്വർഗരാജ്ഞി, സമുദ്രതാരമേ, അനുദിന ജീവിതത്തിലെ പല പല ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്ക് മുൻപിൽ വഴിയറിയാതെ നിൽക്കുന്ന ഞങ്ങൾക്ക് നേർവഴി കാണിച്ചു തരികയും ഞങ്ങളുടെ വഴികളിൽ കൂടെ വരികയും ചെയ്യണമേ. കടൽ യാത്രക്കാർക്ക് പ്രകാശഗോപുരങ്ങൾ വഴികാട്ടിയാകുന്നത് പോലെ ഇരുണ്ടുപോകുന്ന ഞങ്ങളുടെ ആത്മീയ ജീവിതങ്ങളിൽ അമ്മ എന്ന വിളക്കുമരം എപ്പോഴും പ്രകാശിച്ചു നിൽക്കണമേ. ഞങ്ങളുടെ ഭയങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ദുഃഖങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ കണ്ണീരുകൾ തുടച്ചു നീക്കണമേ. ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് വേണ്ടി അമ്മ അഭിഭാഷകയാകണമേ. കൃപയുടെയും സ്നേഹത്തിൻ്റെയും ഉറവിടമായ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞാൻ അമ്മയുടെ സമ്പൂർണ്ണ പദ്ധതിയിൽ വിശ്വസിക്കുകയും അമ്മയുടെ ദൈവഹിതത്തിന് എന്നെ തന്നെ എൻ്റെ ഭവനത്തെ ഒപ്പം സമർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവിക സൃഷ്ടാവായ അങ്ങേ സ്നേഹ സാന്നിധ്യവും അനന്തമായ ശക്തിയും തേടി ഞാൻ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു. ഈ സമയം എൻ്റെ ചുറ്റുപാടുകൾ നയിക്കുവാനും എൻ്റെ പാതയെ അമ്മയുടെ ദിവ്യജ്ഞാനത്താൽ പ്രകാശിപ്പിക്കുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ ദിവ്യ വെളിച്ചം ഞങ്ങളുടെ എല്ലാ നിഴലുകളും അകറ്റുകയും ഞങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യട്ടെ. അത് തിരിച്ചറിയുവാനും അവ ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എനിക്ക് അഭിവൃദ്ധിയും പൂർത്തീകരണവും കൈവരിക്കുവാനിടയാകട്ടെ. പരിശുദ്ധ മാതാവേ, എന്നെയും എൻ്റെ ഭവനത്തെയും വലയം ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മകളെയും എല്ലാ നിഷേധാത്മകതയെയും അകറ്റുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നെഗറ്റീവായ ഊർജങ്ങളിൽ നിന്നും നിഷേധാത്മക സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന അമ്മയുടെ ദിവ്യ കവചത്താൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. എനിക്ക് ചുറ്റുമുള്ള അമ്മയുടെ ദിവ്യപ്രകാശങ്ങൾ എനിക്കെല്ലായ്പ്പോഴും സമാധാനവും സുരക്ഷയും ശാന്തതയും നൽകട്ടെ. അമ്മയുടെ അനന്തമായ ഔദാര്യം എൻ്റെ ജീവിതത്തിൽ സമൃദ്ധമായി പ്രകടമാകട്ടെ. അത് സാമ്പത്തികവും ഭൗതികവും ആത്മീയവുമായ സമൃദ്ധിയുടെ വാതിലുകൾ തുറക്കട്ടെ. അതുവഴി എനിക്ക് അർഹമായ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കുവാൻ കഴിയട്ടെ. എനിക്ക് ലഭിക്കുന്ന വിഭവങ്ങൾ വിവേകപൂർവ്വം വിനിയോഗിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ, എന്നെ പ്രാപ്തിയാക്കണമേ. അവ ഉദാരമായി പങ്കിടുകയും എല്ലാവരുടെയും ക്ഷേമത്തിനായി സംഭാവന ചെയ്യുകയും ചെയ്യട്ടെ. ഓരോ ദിവസവും എനിക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവിക സൃഷ്ടാവിന് പരിശുദ്ധാമ്മ വഴി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ യാത്രയെ രൂപപ്പെടുത്തുന്ന അർത്ഥവത്തായ ബന്ധങ്ങൾക്കും അനുഭവങ്ങൾക്ക് വേണ്ടിയും പഠനത്തിനും വളർച്ചയ്ക്കും അവസരമൊരുക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവേ, എൻ്റെ കൃതജ്ഞത സ്ഥിരമായിരിക്കട്ടെ. എനിക്ക് ലഭിക്കുന്ന എല്ലാ സമ്മാനങ്ങളും എങ്ങനെ തിരിച്ചറിയാമെന്നും വിലമതിക്കാമെന്നും എന്നെ പഠിപ്പിക്കണമേ. ദൈവിക സൃഷ്ടാവായ ദൈവമേ, എല്ലാ ജീവജാലങ്ങളിലും അങ്ങയുടെ അനുഗ്രഹത്തിൽ അങ്ങയുടെ പ്രകാശം പകരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹവും അനുകമ്പയും ലോകമെമ്പാടും ലോക സമൂഹങ്ങളിലും എല്ലാ ഭവനങ്ങളിലും വ്യാപിക്കട്ടെ. ജീവിതത്തെ മാറ്റിമറിക്കുകയും എല്ലാ മനുഷ്യർക്കിടയിലും സമാധാനവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമേ. അചഞ്ചലമായ വിശ്വാസത്തോടെ ഞാൻ ഈ പ്രാർത്ഥന തുടരുന്നു. പരിശുദ്ധ മാതാവേ, ഞാൻ അമ്മയുടെ സമ്പൂർണ്ണ പദ്ധതിയിൽ വിശ്വസിക്കുകയും അങ്ങേ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ദൈവഹിതത്തിന് എന്നെ തന്നെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഭവനത്തെ സമർപ്പിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ മാതാവേ, തിന്മയെ അകറ്റുവാനും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം ആകർഷിക്കുവാനുമുള്ള വഴികൾ തുറന്നു തരണമേ. പരിശുദ്ധ അമ്മേ, എപ്പോഴും അമ്മ ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും അമ്മയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാമ്മേ, ഏറ്റവും മികച്ചത് വരാനിരിക്കുന്നതേയുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെയും നന്ദിയോടെയും ദൃഢനിശ്ചയത്തോടും കൂടി ഞാൻ അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഉണ്ടാകണമേ.
ഞങ്ങളെല്ലാവരെയും തിന്മയുടെ ശക്തികളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും, ദുഷ്ടാരൂപിയിൽ നിന്നും, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിന്റെ സംരക്ഷണത്തിന്റെ നീലാങ്കിയാൽ പൊതിയണമേ. പരിശുദ്ധാമ്മി, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.